ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അതും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിന് ഇലക്ട്രിക് ബീറ്ററോ അങ്ങനെയൊന്നും വേണ്ട, മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. നമുക്കാദ്യം ഇതിലേക്കുള്ള പാലൊന്ന് ചൂടാക്കിയെടുക്കണം. ഞാനിവിടെ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നോർമലി ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ളത്, നമുക്ക് അടുത്ത് ഷോപ്പിലൊക്കെ കിട്ടുന്ന ഏതെങ്കിലും ചോക്ലേറ്റ് ഒരു 2-3 ബാർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗാലക്സി ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. 10 രൂപയ്ക്കൊക്കെ കിട്ടുന്ന മിൽക്കി ബാറൊക്കെ ഇല്ലേ, അത് 2 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ചോക്ലേറ്റ് മെൽട്ടാകുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതിപ്പോൾ നന്നായി മെൽട്ടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, മെഷർമെൻറ്റ് സ്പൂണിലാണ് കേട്ടോ ഞാൻ എടുത്തത്. അതുപോലെ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതും കൂടെ മാറ്റി വെക്കാം. ഈ ഒരു ചോക്ലേറ്റ് കേക്കിന് ഞാൻ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ പാലിലോട്ട് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് കൊക്കോ പൗഡർ ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. കൊക്കോ പൗഡർ ചേർക്കുന്നെങ്കിൽ 1/4 കപ്പ് മൈദ കുറച്ചിട്ട് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു മൈദാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ നേരത്തെ ചൂടാക്കി വെച്ച ഒരു പാലും ചോക്ലേറ്റും അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു പാത്രം പ്രീഹീറ്റാക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സായിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അടിയിൽ കട്ട പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഇതിപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. കട്ട പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ കൊക്കോ പൗഡർ ചേർക്കാത്തത് നമുക്ക് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് അങ്ങനെ അന്വേഷിച്ച് പോകാനൊന്നും പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നു കൊക്കോ പൗഡർ അങ്ങനെ നമുക്ക് ചെറിയ ഷോപ്പിലൊന്നും അങ്ങനെ കിട്ടാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള മിൽക്കി ബാറൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഷോപ്പിലൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തത് കേട്ടോ. ഇനി നമുക്കിത് പ്രീഹീറ്റാക്കാൻ വെച്ച ഒരു പാത്രത്തിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രീഹീറ്റാക്കാൻ വെച്ച ആ ഒരു പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാനൊരു 7 മിനിറ്റ് പ്രീഹീറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ചെറിയ എന്തെങ്കിലും തട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ 30 മിനിറ്റോളം തുറന്ന് നോക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. ഞാനിവിടെ 1/2 കപ്പ് ഹോം മെയ്ഡ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്തത്. അത് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 കപ്പ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ ഈ ഒരു ചോക്ലേറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽട്ടാകുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതിപ്പോൾ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു സെയിം പാത്രത്തിലോട്ട് കേക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മിൽക്ക് കേക്ക് ചെയ്യാനായിട്ട് ഇത് ഓപ്ഷണലാണ്. ഞാനിവിടെ 1 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം, അതുപോലെ 1/4 കപ്പ് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് ചെയ്യാനായിട്ട് പാലും പഞ്ചസാരയും കൂടെ ചേർത്ത് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ആ ചോക്ലേറ്റൊക്കെ മെൽട്ടായി കിട്ടും. ഇത് മിൽക്ക് ചോക്ലേറ്റ് കേക്ക് ചെയ്യാനാണ്. നിങ്ങൾക്ക് നോർമൽ കേക്കാണ് വേണ്ടതെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ഇത്
തിളച്ച് വന്നിട്ടുണ്ട്. ചോക്ലേറ്റൊക്കെ മെൽട്ടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരമണിക്കൂറോളം തുറന്ന് നോക്കരുത് കേട്ടോ. അരമണിക്കൂറാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ബേക്കായിട്ടില്ല, കുറച്ചും കൂടെ ബേക്കാവാനുണ്ട്. നമുക്കിത് വീണ്ടും മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീണ്ടും 15 മിനിറ്റ് ആയിട്ടുണ്ട്. ടോട്ടൽ 45 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ല, ഇങ്ങനെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്കായിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി നമുക്കിത് മാറ്റാം. എന്നിട്ട് ഇത് നന്നായി തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ ഒരു മോൾഡിലോട്ട് ബട്ടർ പേപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ തടവിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ബട്ടർ പേപ്പർ വിരിച്ചിട്ട് പിന്നെ വീണ്ടും ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എഗ് ബീറ്ററൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഓവൻ യൂസ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിൽക്ക് കേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ട്രേയിലോട്ട് കേക്ക് വെച്ച് കൊടുക്കുക. ഡയറക്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനൊരു റാപ്പ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് റാപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾ മിൽക്ക് കേക്കല്ല ചെയ്യുന്നതെങ്കിൽ ഒരു റാക്കിലോട്ടോ അല്ലെങ്കിൽ ഒരു പാത്രം കമഴ്ത്തിയിട്ട് അതിൻ്റെ മുകളിലോട്ട് കേക്ക് വെച്ച് കൊടുത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ മിൽക്ക് കേക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. നമ്മൾ ഒഴിക്കുന്ന ആ ഒരു മിൽക്കൊക്കെ ഇതിനകത്തോട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് കേക്കാണ്. രണ്ടും രണ്ട് രീതിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് എങ്ങനെ ചെയ്താലും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു പാൽക്കൂട്ട് ഇതിലോട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ ഇതിലോട്ട് നല്ലോണം പിടിക്കും. ഇനി ഇത് ഒരു രാത്രി ഫുള്ള് ഫ്രിഡ്ജിലോട്ട് വെക്കണം. എന്നിട്ടാണ് നമ്മളിത് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു രാത്രി ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചോക്ലേറ്റ് ഗനാഷ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇതും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുത്താലും മതി. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുമ്പോൾ അത് കുറച്ച് തിക്കായിട്ട് വരും. അങ്ങനെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് ചൂടാക്കി എടുത്തതാണ്. തിളച്ച വെള്ളത്തിൻ്റെ മേലെ കുറച്ച് നേരം വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു കൺസിസ്റ്റൻസി ശരിയായിട്ട് വരും. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാക്കി കൊടുക്കുക. എന്നിട്ടിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റായതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നോർമൽ കേക്കാണ് ചെയ്യുന്നതെങ്കിൽ സോക്ക് ചെയ്യാതെ ഡയറക്റ്റ് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഒരേ രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് കുറച്ച് സെറ്റായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ട്രേയിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് റാപ്പ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ റാപ്പ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് നീറ്റാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കേക്ക്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.